ഹലോ മക്കളെ, +1 സെക്കൻഡ് ടേം എക്സാം എല്ലാം കഴിഞ്ഞ് ഇതാ പബ്ലിക് എക്സാമിന് വേണ്ടി എല്ലാവരും ഗംഭീരമായിട്ട് പഠിച്ചു തുടങ്ങി. ഈ നിമിഷം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ എവിടെ നിന്ന് പഠിക്കണം എന്ന് എനിക്കറിയില്ല, എനിക്ക് എന്ത് പഠിക്കണം എന്നറിയില്ല. കാരണം മാത്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വില്ലനാണ്. 10ാം ക്ലാസ്സിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട് പഠിച്ച വിഷയം ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ വില്ലനായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കാണുന്ന വില്ലനിസം എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, എങ്ങനെ എനിക്ക് അവനെ സുഹൃത്തായിട്ട് കാണാൻ വേണ്ടി സാധിക്കും? അതിനുവേണ്ടി നിങ്ങൾ ഈ നിമിഷം ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. ഞാനിവിടെ പറയുന്ന പാഠങ്ങൾ നിങ്ങൾ എല്ലാവരും അതിഗംഭീരമായിട്ട് പഠിക്കുക. ഈ നിമിഷം നിർബന്ധമായിട്ടും പഠിക്കേണ്ട പാഠങ്ങൾ ഏതാണെന്നാണ് ഈ കാണുന്ന വീഡിയോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ പാഠം നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരുപാട് ചാപ്റ്റേഴ്സ് +1 മാത്തമാറ്റിക്സിലുണ്ട്. സോ ആ കാണുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പഠിക്കേണ്ടത് വെയിറ്റേജ് കൂടിയ ഒരുപാട് ചാപ്റ്റേഴ്സും, അതുമാത്രമല്ല വെയിറ്റേജിലുപരി അവസാന നിമിഷം പഠിച്ചാൽ ലഭിക്കാത്ത കുറേ പാഠങ്ങൾ, ആ ചാപ്റ്റേഴ്സ് വേണം എല്ലാവരും ഈ നിമിഷം പഠിക്കാൻ വേണ്ടി. സോ ലിസ്റ്റിലേക്ക് പോവാം. +1 മാത്സിനകത്ത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് 2 പാഠങ്ങളാണ്. നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കുക തന്നെ വേണം. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, അതുപോലെ തന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. എന്തുകൊണ്ടെന്നൊരു ചോദ്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വെയിറ്റേജ് തന്നെ 9 മാർക്കാണ് ട്രിഗണോമെട്രിക്കും അതുപോലെ തന്നെ ലിമിറ്റ്സിനും 9 മാർക്ക്. മൊത്തമായിട്ട് പറയുമ്പോൾ 18 മാർക്ക് 2 ചാപ്റ്റേഴ്സിൽ. ഈ 2 പാഠം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ +1 പാസ്സായി കഴിഞ്ഞു. മനസ്സിലാക്കണം നിങ്ങൾ. അത് മാത്രമല്ല റീസൺ, അവസാന നിമിഷം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഞാൻ 100% ഉറപ്പ് പറയുന്നു, പഠിക്കാൻ വേണ്ടി സാധിക്കില്ല. ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ ഈ 2 ചാപ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ചിലപ്പോൾ ലഭിക്കുമായിരിക്കാം 2-3 മാർക്ക്. പക്ഷേ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരിക്കലും 2-3 മാർക്ക് മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം എക്കാലം ഫുൾ മാർക്ക് തന്നെയാണ്. സോ ആ കാണുന്ന ഫുൾ മാർക്കിൽ എത്തിക്കുന്നതിനായി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ കാണുന്ന ചാപ്റ്റേഴ്സ് പഠിക്കണം. സോ എന്തുകൊണ്ടും മറ്റു ചോദ്യം പറയുന്നു, വൈ നൗ? ഒരുപാട് ഫോർമുലാസ് അടങ്ങുന്ന ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. sin 2x പോലത്തെ, cos 2x പോലത്തെ, tan 2x പോലത്തെ, sin of x + y, sin of x - y, cos of x + y, അങ്ങനെ ഒരുപാട് ഫോർമുലാസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയുണ്ട്. ഈ കാണുന്ന എല്ലാ ഫോർമുലാസും പഠിക്കണം. ഫസ്റ്റ് ഈ കാണുന്ന ഫോർമുലാസ് അപ്ലിക്കേഷൻ ചെയ്യുന്ന, ഫോർമുല അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യണം. അങ്ങനെ സിസ്റ്റമാറ്റിക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ എല്ലാ മക്കളും ഫസ്റ്റ് ഗോയിൽ പഠിക്കേണ്ട ചാപ്റ്റർ അത് ട്രിഗണോമെട്രി തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാം, ഡിഫിക്കൽട്ടി തന്നെയാണ്, പക്ഷേ അത് ഈസിയാക്കി മാറ്റണം. അതിനാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉള്ളത്. ട്രിഗണോമെട്രിക്ക് ശേഷം അടുത്ത പാഠം നിങ്ങൾ പഠിക്കേണ്ടത് ലിമിറ്റ്സ് തന്നെയാണ്. ട്രിഗണോമെട്രി ആയിട്ട് കുറച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കുന്ന കുറച്ച് ബന്ധമുള്ള ചാപ്റ്റർ തന്നെയാണ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് അപ്ലൈ ചെയ്യേണ്ട ഒരു ഭാഗം കൂടി തന്നെയാണ്. ലിമിറ്റ് x → 0 sin x/x വരുന്നുണ്ട്, ഗ്രാഫുകൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരുപാട് ലിങ്കേജ് നമുക്ക് എന്താണ് ട്രിഗണോമെട്രിയും ലിമിറ്റ്സ് കാണാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല ഡിഫിക്കൽട്ടിയും ഒരു മാറ്റർ തന്നെയാണ്. ഒരുപാട് ഫോംസ് പഠിക്കാനുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ലിമിറ്റ് x → 0 sin x/x, ലിമിറ്റ് x → 0 1 - cos x, ലിമിറ്റ് x → 0 tan x/x, അങ്ങനെ ഒരുപാട് ഫോംസ് പഠിക്കാൻ വേണ്ടിയുണ്ട്. ഇതിന് പുറമെ ഡെറിവേറ്റീവിൻ്റെ ഫോർമുല ഒക്കെ തന്നെ, ഡെറിവേറ്റീവ് ഓഫ് sin x എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് cos x എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് tan എന്താണ്, ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ഫോർമുലാസ് പഠിക്കാൻ വേണ്ടിയുണ്ട്. സോ ഫോർമുല ബേസ് ചെയ്ത ചാപ്റ്റേഴ്സ്, ഒരുപാട് ഫോർമുലാസ് ഉള്ള ചാപ്റ്ററാണ് ട്രിഗണോമെട്രിയും ലിമിറ്റ്സും. സോ ഈ കാണുന്ന 2 പാഠങ്ങൾ നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കാം. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എഴുതുക. നമ്മൾ നിർബന്ധമായിട്ടും ജോമെട്രി ഫസ്റ്റ് ഗോയിൽ തന്നെ പഠിക്കേണ്ടതാണ്. അതായത് സ്ട്രെയിറ്റ് ലൈൻസും അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട പാഠമാണ് കോണിക് സെക്ഷൻസും. നെക്സ്റ്റ് ഗോയിൽ എല്ലാവരും പഠിക്കണം. 2 ചാപ്റ്റേഴ്സ് ബോർഡ് എക്സാമിന് 7 മാർക്ക് വെച്ചാണ് പൊതു ചോദിക്കാറ്. അതായത് മൊത്തമായിട്ട് പറയുമ്പോൾ 14 മാർക്കാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. എല്ലാവർക്കും ഇൻ ഡീറ്റെയിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് ഈ 2 എണ്ണം. അതിന് കാരണം വേറെ ഒന്നുമില്ല, ചോദ്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും വരാം. ഈ സെക്കൻഡ് ടേം എക്സാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം ഡിഫിക്കൽട്ടായിരുന്ന ഭാഗം ഒന്നെന്ന് പറഞ്ഞാൽ അത് കോണിക് സെക്ഷൻസ് ആണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സിലബസിനകത്തില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിനുണ്ടായിരുന്നു. എന്നാൽ തന്നെ നമുക്കത് കുറച്ച് ലോജിക്കൽ ആൻസറിങ് വെച്ചിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. സോ അത്തരത്തിൽ ഡിഫിക്കൽട്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രീം ഡിഫിക്കൽട്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന 2 പാഠങ്ങളാണ് സ്ട്രെയിറ്റ് ലൈൻസും കോണിക് സെക്ഷൻസും. സോ എല്ലാ മക്കളും ഈ 2 പാഠം വേണം അടുത്തായി പഠിക്കുവാൻ വേണ്ടി. പിന്നീട് ഏത് ചോദ്യമുണ്ട് ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നു, ഒരു ഈസി ചാപ്റ്ററും അതുപോലെ തന്നെ ഒരു ഡിഫിക്കൽട്ട് ചാപ്റ്ററും ഒന്നിച്ച് തന്നെ. ഒന്ന് പെർമുറ്റേഷൻ കോമ്പിനേഷൻ, അതോടൊപ്പം പഠിക്കുന്ന മറ്റൊരു പാഠമാണ് പ്രോബബിലിറ്റി. ഭയങ്കര ബന്ധമാണ് ഇവർക്കും. ബന്ധമെന്ന് പറയുമ്പോൾ നമ്മൾ കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് കോൺസെപ്റ്റുകളാണ് നമ്മൾ പ്രോബബിലിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് വളരെ സുഖമായിട്ട് നമുക്ക് ഈ 2 ചാപ്റ്റേഴ്സും 1 ഗോയിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഇവന്മാർ സമ്മാനിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്ക് വെച്ചാണ് ഓരോ ചാപ്റ്റർ സമ്മാനിക്കുക. സോ 14 മാർക്ക്. അപ്പോൾ തന്നെ ആലോചിക്കുക, ലിമിറ്റ്സും ട്രിഗണോമെട്രിയും 18 മാർക്ക്,
സ്ട്രേറ്റ് ലൈൻസും കോണിക്കും 14 മാർക്ക്, അപ്പോൾ 32. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന പെർമുറ്റേഷനും പ്രോബിലിറ്റിയും കൂടി 14 മാർക്ക്, 46 മാർക്ക്. ബോർഡ് എക്സാം 60 മാർക്ക്. ഈ കാണുന്ന 6 പാഠം പഠിക്കുമ്പോൾ നമുക്ക് മക്കളെ 46 മാർക്ക് നേടാൻ അവിടെ സാധിച്ചു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കേണ്ടതാണ് നിങ്ങൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ബോർഡ് എക്സാമിന് 7 മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ചാപ്റ്റർ, അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ. സോ എല്ലാ മക്കളും നെക്സ്റ്റ് 7 ചാപ്റ്റർ പഠിക്കേണ്ടത് മറ്റാരുമല്ല, അത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. മറ്റു ചാപ്റ്റേഴ്സ് ലീനിയർ ഇൻഇക്വാലിറ്റീസ്, ബൈനോമിയൽ തിയറം, അതുപോലെ തന്നെ 3 ഡയമെൻഷണൽ ജോമെട്രി, ഇത്തരത്തിലുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ലാസ്റ്റിലേക്ക് മാറ്റിവെച്ചാലും വലിയ പ്രശ്നമല്ല. സെറ്റ്സ് പോലെ ചാപ്റ്റർ ലാസ്റ്റിലേക്ക് മാറ്റിവെക്കാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് അത് സ്റ്റാറ്റിസ്റ്റിക്സും കോംപ്ലക്സ് നമ്പേഴ്സുമാണ്. സോ എന്തുകൊണ്ട് സ്റ്റാറ്റി പഠിക്കണം? അത് ചെയ്ത് നമുക്ക് തളക്കുന്നു, ഒന്ന് തളമ്പിക്കണം. അത് 1-2 ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ വി ആർ ഡൺ, നമ്മൾ ഓക്കെയാണ്. പക്ഷെ നമുക്ക് എന്താണ് ആ കാണുന്ന ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക. 6 മാർക്കാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ബോർഡ് എക്സാമിന് ചോദിക്കുക. സോ ഇങ്ങനത്തെ ഒരു ഓർഡറിൽ പഠിക്കുക. ആദ്യം പറയുമ്പോൾ ട്രിഗണോമെട്രി ലിമിറ്റ്സ്, പിന്നെ പറയുമ്പോൾ സ്ട്രേറ്റ് ലൈൻസ് കോണിക്, ആൻഡ് ദെൻ പെർമുറ്റേഷൻ പ്രോബിലിറ്റി, അവസാനമായിട്ട് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. പിന്നെന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്? സ്റ്റാറ്റിയും കോംപ്ലക്സ് നമ്പേഴ്സും. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ. ബാക്കിയുള്ള പാഠങ്ങളൊന്നും തന്നെ ഇപ്പോൾ പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്ക് എന്താണ് ബോർഡ് എക്സാം വരുമ്പോൾ ബോർഡ് എക്സാമിന് വേണ്ടി ബോർഡ് എക്സാമിൻ്റെ സമയത്ത് വളരെ സുഖമായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഇതിനുശേഷം മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള പാഠത്തിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ പറഞ്ഞുകൊണ്ട് സോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. ബൈ. എല്ലാവരും അതിഗംഭീരമായിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസം മതി നമുക്ക് +1 മാത്സിനകത്ത് ഫുൾ മാർക്ക് ഉറപ്പിക്കാനായിട്ട്. നിങ്ങൾ ഉണ്ടാവില്ലേ? നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു, ഭാവിയിൽ നിങ്ങൾ +1 എക്സാം കഴിയുമ്പോൾ എത്ര മാർക്ക് നേടുന്നു, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി എക്കാലം സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് വേണ്ട പുതിയ സീരീസുകൾ ആരംഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം, മാത്തമാറ്റിക്സിൽ ഫുൾ മാർക്ക് നേടാനായിട്ടുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് നൽകണം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്ന്. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നമ്മൾ +1 കഴിയുമ്പോൾ +1 മാത്സിനകത്ത് ഫുൾ മാർക്ക് നേടിയിട്ടായിരിക്കും ഇറങ്ങി വരിക. സോ ഗൈസ്, സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സാലിം ലേണിംഗ്. ബൈ.